ഇന്ന് ജഗ്ഗുവിൻ്റെ പിറന്നാൾ. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കഴിഞ്ഞു. അല്ലഞ്ചേട്ടൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ അന്ന് ജൂൺ 30 അത് കേക്ക് കട്ട് ചെയ്യലും ആഘോഷമൊക്കെ അന്നത്തെ അല്ലഞ്ചേട്ടൻ്റെ റിട്ടയർമെൻറ്റ് ചടങ്ങിനുള്ളിൽ മുങ്ങിപ്പോയി. അത് എല്ലാവരും കൂടി നിന്നിട്ട് അങ്ങനെ മുറിക്കാനൊന്നും പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ ഉള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് വേഗം മുറിച്ച് അതങ്ങനെ ഒപ്പിച്ചു. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുന മാസത്തിലത്തെ അവിട്ടന്നാൾ. ശരിക്ക് കലണ്ടറിൽ അവിട്ടന്നാൾ എടുക്കുന്നത് നാളെ ആട്ടാ. അപ്പം ഞാൻ നാളെ തിങ്കളാഴ്ചയാണെന്ന് ചോദിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ കമൻസ് വന്നേ, ഇന്ന് എത്ര 1.5 നാഴികയാണ് എത്ര ഇങ്ങോട്ട് തിരുവോണമുള്ളോ, അത് കഴിഞ്ഞാൽ ബാക്കി ഇന്ന് മൊത്തം അവിട്ടാണ്. നാളെ ഇത്തിരി സമയം ആകെ അവിട്ടുള്ളൂ. അപ്പം ഇന്നാണ് ശരിക്കും അവിട്ടം. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും അല്ലെങ്കിൽ ജഗ്ഗുവിന് കാലത്ത് ട്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ദിവസവും ട്യൂഷനുണ്ട്. അപ്പം ഇന്നത് കാരണം ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോകാനൊക്കെ പറ്റും. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ എന്തിട്ട് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നൊരു ഗിഫ്റ്റ് ഹാമ്പറാണിത് ജഗ്ഗുവിൻ്റെ ബർത്ത്ഡേ ഇട്ട്. അപ്പം നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ജഗ്ഗുവിൻ്റെ അളവുകൾ തരാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് തയ്ക്കാനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, നമ്മൾ വേറെ എവിടെയെങ്കിലും അമ്മയ്ക്ക് അപ്പോൾ ആ ദിവസത്തേക്ക് ഇപ്പോൾ സർപ്രൈസായിട്ട് നമുക്ക് ഒരു സാരി, ബ്ലൗസ് അല്ലെങ്കിൽ എന്തൊട്ടൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവരെ അറിയിച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അളവുകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബ്ലൗസൊക്കെ തയ്ച്ച്, സാരിയൊക്കെ എടുത്ത് ബ്ലൗസ് തയ്ച്ച്, അങ്ങനെ നമ്മളിപ്പോൾ കളറും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ അതല്ല നമ്മുടെ വൈഫിന് എന്തെങ്കിലും കൊടുക്കണം, അപ്പോൾ ഇവർക്ക് ഇപ്പോൾ റെഡിമെയ്ഡ് എടുത്താൽ മതിയെങ്കിൽ റെഡിമെയ്ഡ്, അല്ലെങ്കിൽ ഇപ്പോൾ തയ്ക്കണം എന്നുണ്ടെങ്കിൽ തയ്ച്ച്, ജെൻസിന് ഷർട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികൾക്ക് ഇപ്പോൾ പാൻറ്റ്, ഷർട്ട് അതാ വേണ്ടതെന്ന് വെച്ചെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചെങ്കിലും നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ ജഗ്ഗുവിന് ഞാൻ ഒന്നും പറഞ്ഞില്ല, ജഗ്ഗുവിന് അളവ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷോൾഡറിൻ്റെ അളവ്, ചെസ്റ്റ് അങ്ങനത്തെ അളവുകളൊക്കെ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക ചെയ്തേ. അപ്പോൾ ഇത് വന്നതാണ് കേട്ടോ. വന്ന സാധനം ഇതേ കാണിച്ചു തരാം. ഇതാണ് ഗിഫ്റ്റ് ഹാമ്പർ. എന്ത് ചാർലിയെ മുണ്ട്. ഇത് ഞാൻ വന്നപ്പോൾ ഇതൊക്കെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഇട്ടൊക്കെ നോക്കി എന്തെങ്കിലും അളവിൽ വ്യത്യാസമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ദേ കളർ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുർത്തയാണ്, ഷോൾഡറൊക്കെ കറക്റ്റ് തന്നെയായിട്ട് തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇതിട്ടിട്ട് അമ്പലത്തിൽ പോകാമല്ലോ ജഗ്ഗുവ. പിന്നെ ഇതിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യുന്നൊരു കാർഡ്, പിന്നെ ദേ മിഠായികൾ, റോസപ്പൂവ് പ്ലാസ്റ്റിക്കിൻ്റെ ആട്ടാ, പിന്നെ ഒരു കുഞ്ഞൊരു പൗച്ചിൽ മിഠായികൾ. ഇത്രയും സാധനങ്ങളാണ് ഈ ഗിഫ്റ്റ് ഹാമ്പറിൽ ഉണ്ടാവുക. പിന്നെ ഇതേ ഒരു ചെറിയൊരു പോക്കറ്റ് പെർഫ്യൂം. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അച്ചാച്ചൻ അമ്മാമ്മയ്ക്ക് പേരക്കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്, അവരെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ മക്കളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പറും അവർ തരാം. പിന്നെ അവരെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഇത് ഒന്ന് തേക്കണം, ചുളിഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്ന് തേച്ചിട്ട് ഞങ്ങളിനി അമ്പലത്തിലേക്ക് പോവാം. ചേട്ടനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ മനോഹരമായ ഒരു മത്സരത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിങ്ങൾ ജഗുവിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഇന്ന് പായസം ഉണ്ടാക്കലാണ് എൻ്റെ ചുമതല. സരിത ഇവിടെ സദ്യക്കുള്ള സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സദ്യ, സാമ്പാർ, അവില്, ഒരു കൂട്ട് കായ്പേരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി. ഞാനാണെങ്കിൽ നമ്മൾ ഒരു 4 കൊല്ലം മുമ്പ് ഈന്തപ്പഴം പായസം ഒരു ഓണത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഈന്തപ്പഴം പായസം വീണ്ടും നമ്മൾ വയ്ക്കാൻ പോവാണ് ജഗുവിൻ്റെ പിറന്നാളിന്. അപ്പോൾ ജഗുവിൻ്റെ അടുത്തേ ചോദിച്ചേ എന്തുട്ട് അവന് വേണ്ടേന്ന്. അവൻ്റെ ആണല്ലോ പിറന്നാള്. അപ്പോൾ അവന് സാമ്പാർ, ജയന്തി ആൻറ്റീരെ സാമ്പാർ, പിന്നെ അവിയൽ വേണമെങ്കിൽ വെച്ചോ, അവന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ കായുപ്പേരി, അതാണ് അവനിഷ്ടം. പിന്നെ പായസം ഏതാ വെക്കണ്ടെന്ന് വെച്ചപ്പോൾ ഏത് പായസം വേണമെങ്കിലും വെച്ചോ, ഏതായാലും അവൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈന്തപ്പഴം ഇവിടെ ഇരിക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതുമാ പിടിക്കാൻ പരിപ്പുണ്ട് കേട്ടോ. പരിപ്പ് എപ്പം നമ്മൾ വയ്ക്കാതല്ല, ഈന്തപ്പഴം വെച്ചിട്ട് ആള് കുറയില്ല. പരിപ്പ് പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈന്തപ്പഴം ഞാൻ മര്യാദയ്ക്ക് കൂട്ടാൻ പണി എന്നെ കഴിയേണ്ടത്. അപ്പോഴാ ചേട്ടൻ പറഞ്ഞു, ഞാൻ പായസം വെക്കാൻ നിൽക്കുമ്പോൾ നീ എൻ്റെ ഒപ്പം മത്സരിക്കാനായിട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോവാട്ടാ. എല്ലാ കഷ്ണങ്ങളും അതൊക്കെ നുറുക്കി വെക്കല് കഴിഞ്ഞു. ഇതിലിപ്പോ എന്താ വെക്കുന്നത്? ഇതിൽ പരിപ്പ് കായം കൂടിയിട്ട് അടുപ്പത്ത് വെച്ച് കാണണം. കാണിച്ചു തരാം. ഇത് കാണിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പരിപ്പ് ഒരു കഷ്ണം കായം കിട്ടും. ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ശർക്കര ഉരുക്കാൻ പോണ. 2 അടുപ്പ് എനിക്ക് വേണം. അത് തരാം. 2-3 അടുപ്പ് എടുത്തോ. ഞാൻ ഈ ഈന്തപ്പഴം നുറുക്കണം. ശർക്കര നമ്മുടെ ഈ മറയൂർ ശർക്കരയാണ് കേട്ടോ, മഹിമേരെ ശർക്കര, അടിപൊളി ശർക്കരയാണിത്. അപ്പോൾ ഇത് ഒരു 250 ഗ്രാമിലേക്ക് ഒരു ഈന്തപ്പഴത്തിന് മധുരം ഉണ്ടാവില്ല ഓൾറെഡി. അപ്പോൾ പിന്നെ അത്രയ്ക്കധികം ശർക്കര വേണ്ട. നല്ലൊരു 300 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര നമുക്ക് ചേർക്കാം. ഇനി മധുരം പോരായാണെങ്കിൽ നമുക്ക് വീണ്ടും ഇടാമല്ലോ. എന്താ അവന് മുണ്ടെടുക്കാത്ത കാരണമാണ്. മുണ്ടെടുക്കാത്ത കാരണമാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഭവാനിൽ പോയിട്ട് എന്നിട്ട് മസാല ദോശ കഴിച്ചു. അപ്പം അതിൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ ഇത് ശർക്കര നമ്മൾ പകുതിയേക്കാളും കൂടുതൽ ശർക്കര നമ്മൾ ഒരു പാത്രം അടപ്പത്ത് വെച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്ര മതിയില്ലേ ശർക്കര? വേണമെങ്കിൽ ഇടാലോ, ഇത് നേരിട്ട് ചേർക്കാവുന്നുള്ളൂ. അപ്പം അത് ആദ്യം ഉരുകട്ടെ. തീരെ ആ സമയത്തേ ഒരു പാത്രത്തിൽ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഈ സാമ്പാറിലേക്കുള്ള മുരിങ്ങക്കായ, തക്കാളി, വെണ്ടക്കായ ഇതൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ വെള്ളം ഒഴിച്ചു. ഇല്ല, നിന്റെ കയ്യിലേക്ക് ഞാൻ ഇടപെടണില്ല. അല്ല, ഇതിവിടെ വെന്തോട്ടേട്ടാ. തുടങ്ങും. ഞാൻ ഈ ശർക്കര ഒരുക്കി കഴിഞ്ഞപ്പോ ഒരു ഗ്യാസ് കുറ്റിയും കൂടി ഉണ്ടാ. എന്തിനാ കത്തി ഇടുന്നു? കത്തി. ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു കളയാനാട്ടോ നമുക്ക്. ഇതിൻ്റെ നല്ല വില കൂടിയ ഈന്തപ്പഴമാണ്. 1 കിലോയ്ക്ക് 600 രൂപയാണ് ഈ ഈന്തപ്പഴത്തിൻ്റെ വില. ചെറുത് അല്ല, ഈ ഈന്തപ്പഴത്തിൻ്റെ വില 1 കിലോയ്ക്ക് 600 രൂപയാണ്. പണ്ട് പറമ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴം കിട്ടും ചാക്കിൽ. മറ്റേ ഇതിൽ ചവിട്ടി കൂട്ടിയ പോലത്തെ സാധനം കിട്ടില്ലേ ചെറുതെ, കുറേ പ്രാണികളൊക്കെ ഉള്ളിലായിട്ട്. അത് കിട്ടും. അത് തിന്നാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ നിറയെ പ്രാണികളുണ്ടാവും. പുഴുവിനൊക്കെ പ്രാണിനൊക്കെ തട്ടി കളഞ്ഞിട്ട് തിന്നും. നല്ലതായിരുന്നു അർത്ഥം. വിഷമില്ലല്ലോ അതിലേ. പ്രാണികളും പുഴുവൊക്കെ ഉള്ളത് നല്ലതല്ലേ. അതില് ശർക്കരയൊക്കെ ആക്കിട്ട് അല്ല, അത് ഒരു പ്രാവശ്യം അങ്ങനെ പുഴുവിനെ അങ്ങനെ എന്തോ കണ്ടതിന് ശേഷം ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിനക്ക് മാത്രമല്ല, ഈന്തപ്പഴം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഈന്തപ്പഴം അലുവിയും പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴം അലുവിയും പൊരിയും, ഈ 3 സാധനം, പിന്നെ മധുരസേവ, 3-4 സാധനങ്ങൾ കാശുള്ളവർ വാങ്ങിച്ചു കൊണ്ടിരും. ആലുവിന്ന് വാങ്ങിക്കാൻ പാങ്ങില്ല. പണ്ട് പറയില്ലേ പാങ്ങില്ല. അത് മതി, ശർക്കര മാറ്റിക്കോ. സ്ഥലം ഇത് വേണോ? ഇതൊന്നും വേണ്ടല്ലോ. അത്ര വേണ്ട. ഇത് വേണ്ട. നീ പിന്നെന്തിടണേ?
മുണ്ടെടുക്കണോണ്ട് മുണ്ടെടുത്താലും എടുത്തില്ലെങ്കിലും അല്ല കണക്ക് മുണ്ട് കൊടുക്കണത് നിനക്ക് അത്ര കംഫർട്ടബിൾ അല്ലല്ലോ. ആ അത് എന്തൊരു ബുദ്ധിമുട്ടാന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് മുണ്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കല്ല തട്ടെ മുണ്ടെടുക്കാൻ പണ്ട് തൊട്ടിട്ട് നമ്മൾ വീക്കാണ് ഭയങ്കരമായിട്ട്. അത് നമ്മളുടെ പ്രേക്ഷകർക്ക് അറിയാം. ചേട്ടൻ മുണ്ട് കൊടുത്തേക്കണ് കാണുമ്പോൾ തന്നെ വലിച്ചു വാരിയിട്ട് ഉടുക്കാമല്ലോ, ഭംഗിയിൽ ഉടുക്കാറില്ല. ഈന്തപ്പഴം നമുക്ക് നുറുക്കണത് സരിതിക്ക് നുറുക്കണം. ഈന്തപ്പഴം എനിക്ക് വേറെ സാധനങ്ങളുണ്ട് പണി. നമ്മള് മത്സരല്ലേ, പിന്നെ എന്നോട് ഒരേ വക കണക്കുണ വർത്താനം പറഞ്ഞു വരരുത്. എനിക്ക് വേറെ കുറെ പണികളുണ്ട്. പിന്നെ കത്തിയോണ്ട് മുറിക്കാൻ മതി. ഇങ്ങനെ ചിക്കൻ നല്ല ചെറിയ ചെറിയ പീസുകൾ, ഭംഗിയുള്ള പീസുകളാക്കണം. ഞാൻ ശർക്കര ഞാനേ കായ്പേരി ഉണ്ടാക്കണത് കായൊക്കെ നുറുക്കി വെച്ചു. അത് കാച്ചാനായിട്ടുള്ള ഉള്ളി, പിന്നെ സാമ്പാർ കൂട്ടാനിലേക്ക് സാമ്പാറിലേക്ക് നാളികേരം വറക്കണം. അപ്പൊ അതിലേക്ക് വേണം ചുമന്നുള്ളി. അതൊക്കെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കണം കേട്ടാ. എന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് പറ്റില്ലെന്ന്. ഇടപെടണത് എന്തിനു? നമ്മള് മത്സരല്ലേ, മത്സരമാകുമ്പോ ഇടപെടാൻ പാടില്ല. എതിർ നിൽക്കുന്ന ആളുടെ അടുത്ത് സഹായം ചോദിക്കരുത്. അപ്പൊ പിന്നെ എന്തുട്ടാ മത്സരം? തോറ്റില്ലേ? അപ്പോഴേ തോൽവി സമ്മതിച്ചു ചേട്ടൻ മത്സരിക്കണതിൽ മുന്നേ. ഞാൻ എന്റെ സഹായം ചോദിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേട്ടൻ പറയുകയും ചെയ്തു, ഞാൻ കേൾക്കുകയും ചെയ്തു. ഇതെനിക്ക് മുന്നേ നുറുക്കി വയ്ക്കായിരുന്നു. പക്ഷെ ഞാൻ ചാലഞ്ച് ഒന്നുമില്ല. ഏതൊക്കെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നുള്ളതാണ് ഇതിലത്തെ മെയിൻ കാര്യം കേട്ടാ. അതിങ്ങനെയാ കൂട്ടാന്റെ ടേസ്റ്റും പായസത്തിന് അതിന്റെ വേറെ. അതല്ല നമ്മളിങ്ങനെ പറയില്ലേ, പായസം അടിപൊളിയായിരുന്നു. സാമ്പാർ സദ്യക്ക് പോയി കഴിഞ്ഞ് പറയില്ലേ, സാമ്പാർ ഒരു വായിക്ക് കൊള്ളില്ല, അല്ലെങ്കിൽ അവില് കൂട്ടാൻ ഒരു ഇതില്ല. അങ്ങനെയാണ് ചേട്ടന്റെ ആഗ്രഹം ഇപ്പോഴത്തെ അല്ലേ? അല്ല അങ്ങനെ പറയില്ലോ നമ്മള്. ആ സാമ്പാർ അടിപൊളിയായിരുന്നു, പായസം ഒരു വൈക്ക് കൊള്ളില്ല എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. നമ്മുടെ ഈ ശർക്കര നോക്കിയാ ഉരുക്കി, ശർക്കര ഉരുക്കി. അപ്പൊ അത് അതിന്റെ തീ ഓഫ് ചെയ്തിട്ടാ, ഓഫ് ചെയ്തു. രഘു വേണേ ഒരു മുണ്ടെടുത്ത് കൊടുത്തു. നമ്മുടെ വീഡിയോ കാണുതാ. പരിപ്പൊരു വിസിലടിച്ചു, തീ ഓഫ് ചെയ്യുന്നു. ഇതിവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ഈ ഓരോ വീടുകളിലേക്കൊക്കെ പണ്ട് കാലത്ത് പോവില്ലേ സരിത? അപ്പൊ പണ്ട് കാലത്ത് പോകുമ്പോ നമുക്ക് വല്ല പലഹാരങ്ങളൊക്കെ വെച്ച് തരാം. അച്ചപ്പം, കുഴലപ്പം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് തരാം. ചായരപ്പൊക്കെ തരുന്നത് ഉച്ചരിഞ്ഞ് ഉച്ചരിഞ്ഞപ്പോഴേക്കൊക്കെ ചേർന്ന് ഇരുന്നല്ല. ഈ വെറുതെ നമ്മൾ എന്തേലും അതിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെച്ച് തരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടാ. പിന്നെ അവലോസ് പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഒരു തവണ അളിയൻ 96 ആണെന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഗൾഫിൽ നിന്നാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാട്ടിലാക്കിയിട്ട് അങ്ങോട്ട് ഒരു വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ അവിടെ പോയി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടത്തെ ആരെങ്കിലും അളിയന്റെ അവിടെ നിന്ന് വരുന്നുണ്ടാവും. അപ്പൊ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയപ്പോഴുണ്ട് അവിടേക്ക് ചെന്നു. അപ്പൊ ഞാനിങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത വഴിക്ക് അവര് നമ്മളകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി സെറ്റിമിരുത്തി. അപ്പൊ അവര് ഈ പ്ലേറ്റില് സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നറിയോ, അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം, പിന്നെ വേറൊരു വാൾനട്ട്, അങ്ങനത്തെ ഒരു സാധനം അങ്ങനത്തെ ഒരു 5-6 സാധനങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. നമ്മളിത് എങ്ങനെ തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആളുകൾ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ വക സാധനങ്ങളൊക്കെ തിന്നാന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിന്നാൻ കൊണ്ടുവന്നാലും നമുക്ക് തിന്നാൻ തോന്നുമോ? ഇതൊക്കെ അല്ല ഭയങ്കര അപൂർവമായി കാണുന്ന സാധനമല്ല ഇത്. ഈ സാധനം പിസ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടില്ല, ആദ്യമായിട്ട് കാണുന്ന സാധനമാണ്. ഇത് എങ്ങനെയാണ് പൊളിച്ച് തിന്നാന്ന് എനിക്കറിയില്ല. അണ്ടിപ്പരിപ്പ് കണ്ടിട്ട്, അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അണ്ടിപ്പരിപ്പൊന്നും നമ്മള് അങ്ങനെ ചെയ്തിട്ടില്ലേ. നമുക്ക് ഈ പറമ്പിൽ പാടത്തൊക്കെ ചുട്ടുതല്ലി തിന്നണ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ സാധനം കണ്ടിട്ട് ഞാൻ എൻ്റെ ഭാര്യയും പകച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അത് തിന്നാൻ പറ്റാണ്ടേ അണ്ടിപ്പരിപ്പിൽ നിന്ന് 2 എടുത്ത് തിന്നു.
ബാക്കിയുള്ള സാധനം ഇങ്ങനെ തിന്നണ്ടെന്ന് അറിയില്ല. ബദാം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ബദാം ഇങ്ങനത്തെ നമ്മള് ഈ വവ്വാലുകളും ഇതൊക്കെ കായില്ലേ, അത് നമ്മള് ചെറുപ്പത്തിൽ തല്ലി പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിലത്തെ പരിപ്പ് തിന്നുന്ന പരിപാടി ഉണ്ട്. ബദാം എന്ന് കണ്ടില്ല അങ്ങനത്തെ അല്ലാന്ന്. അവിടെ അപ്പൊ ആ സമയത്തോട്ട് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരുന്നു. ഇതിന്റെ സ്റ്റീം പോയിട്ടാ പരിപ്പ് വെന്തു. നമ്മൾ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. കായ, ക്യാരറ്റ്, സബോള, പിന്നെ മത്തങ്ങ, കുമ്പളങ്ങ, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇടും ജയന്തേച്ചി. ഇവിടെ ഉരുളക്കിഴങ്ങ് ഇല്ല ഇപ്പോ. ഉണ്ട്, എവിടെ? പീടിയലുണ്ട്. പീടിയലല്ലേ, വീട്ടിലില്ലല്ലോ. അല്ല, ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞു. പീടിയലുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വെള്ളം ഒഴിച്ചു, അത് സാരല്ല. ബാക്കി കഷ്ണങ്ങളുണ്ടല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു, ഉപ്പിടുന്നു, പിന്നെ മുളക് പൊടി, വീണ്ടും ഒരു വിസിലും കൂടി എടുക്കും. അതേ നമ്മുടെ എന്നിട്ട് എന്തിട്ടുണ്ടായെന്ന് ഒക്കെ കഴിച്ചാ? എവിടെ കഴിക്കുന്നു? 2-3 തിന്ന് നമ്മള് നമ്മുടെ അളിയന്റെ വില നമ്മള് നാശാക്കാൻ വേണ്ടി. അപ്പൊ അന്ന് വഴിക്ക് ആർത്തി പിടിച്ച് തിന്നാൻ പാടില്ലല്ലോ. തിന്നും എന്ത് കിട്ടിയാലും നമ്മളന്ന്. പക്ഷെ നമ്മള് വളരെ മാന്യമായിട്ട് 2 അണ്ടിപ്പരിപ്പ് തിന്നു, 2 ബദാം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കി. അത് കൂട്ടുകാരന്മാരുടെ കൂടെ പെണ്ണ് കാണാൻ പോയിട്ട് അവിടെ നിന്ന് വരെ സാധനം തിന്നിട്ട് പൊതിഞ്ഞു കൊണ്ടുവരാറുള്ളതാണ് വീട്ടിലേക്ക്. അതൊക്കെ തിന്നും. അല്ല, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ നമ്മളറിയാത്ത ആളുകളാണേ ഭയങ്കരമായിട്ട്. പെണ്ണ് കാണാൻ പോണ വീടുകൾ പിന്നെ അറിയണവരാവും. ഒരു അത്ഭുതം കാണിച്ചു തരാം. നമ്മുടെ ഇമ്രാൻ കുറേ നേരമായിട്ട് ഇത് ഈന്തപ്പഴല്ലേ, ഈന്തപ്പഴം തിന്നും. നമ്മുടെ കാമറി നമ്മുടെ കാമറിയില്ലേ, പണ്ടൊരു ഡിങ്കൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ ചേട്ടന്? ഡിങ്കൻ ഏതാണ്ട് നമ്മുടെ ടൈസനേക്കാളും വലിപ്പമുണ്ട്. ടൈസന്റെ പോലെ ഇരിക്കും, കറുപ്പും ഡിങ്കൻ. അവൻ മുരിങ്ങക്കായരെ തൊലി, പിന്നെ നമ്മള് മുന്തിരി തിന്നിട്ട് അതിന്റെ കറുപ്പ മുന്തിരി തിന്നുമ്പോ അതിന്റെ കൊറ്റ ഇങ്ങനെ കളയും, അതൊക്കെ തിന്നും ആള്. അല്ല ചേട്ടന്റെ അറിയത്ത് ഇങ്ങനെ ഇത് തിന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും, അത് ഇങ്ങനെ പറക്കി. പിന്നെ നാളികേര പാല് പിഴിഞ്ഞു കഴിഞ്ഞാൽ കൊറ്റൻ കിട്ടില്ലേ, ആ കൊറ്റൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കെല്ലാം തിന്നണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നും. ഇത് നോക്കിയാൽ ആ ഈന്തപ്പഴം കൊണ്ടുപോയിട്ട് ചാർലി വന്നുട്ടെ. ചാർലി വിചാരിച്ചു ഇവൻ എന്തിട്ട് കൊടുത്തേ, എന്നാ ചാർലിക്ക് തരണം. ചാർലി ചിലപ്പോൾ തിന്നുന്നില്ലേ. തിന്നോ, വേണി തിന്നോ. അതേനെ ഒട്ടി പിടിച്ചിട്ട് അതിന് തിന്നാൻ പറ്റില്ല എന്നുകൊണ്ട് തിന്നുണ്ട് വായിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ഈന്തപ്പഴം അരിയിൽ കഴിയാറായിട്ടാ. ഇനിയൊക്കെ ഈന്തപ്പഴം വേവിക്കുക എന്നുള്ളതാണ് അടുത്ത കർമ്മം. തക്കാളി, വെണ്ടക്കായ സാധനങ്ങളില്ലേ, ഇത് വെന്തൂട്ടാ. അപ്പം ഇതിൻ്റെ തീ കെടുത്തി. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിത് മാറ്റിയിട്ട് ഈ അടുപ്പിൽ കായ വേവിക്കാൻ വെക്കാൻ പോകട്ടെ, കായപ്പേരിക്കുള്ളതേ. ഞാൻ ഇതിൽ ഉരുളി അടുപ്പത്ത് വയ്ക്കാൻ പോണ്. കണ്ട നമ്മുടെ ശർക്കര ഉരുക്കി കഴിഞ്ഞു കേട്ടാ. കായ കുറച്ച് വയ്ക്കണുള്ളൂ കേട്ടാ. ഇതൊക്കെ എല്ലാ തരം കൂട്ടാനുകളുള്ള കാരണം ഇതൊക്കെ വേസ്റ്റ് ബാക്കിയാവും. ഇതിലൊരു തുണ്ട് വെളിച്ചെണ്ണ കഴിക്കാമല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് മൂടി വയ്ക്കാം. ഞാൻ ഈ തീ കത്തിച്ചിട്ട് എൻ്റെ ഉരുളി അടുപ്പത്ത് വയ്ക്കണം. ഇതിൽ ഈന്തപ്പഴം വേവിക്കാൻ പോവാണ് കേട്ടാ. ഇതില് വേറെ പാത്രത്തിലല്ലേ? ഇനി വേറെ പാത്രം വേണ്ട. ഇത് എന്തിനു 100 പാത്രങ്ങൾ ഇതിൽ തന്നെ. ഇത് ശരിക്കാണ്ട് ഇരിക്കെങ്കിൽ ആയിരുന്നു. അതെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച തന്നെ എല്ലാവരും ഈ ഇറച്ചിയും മീനും ഇതാണ് വാങ്ങിക്കുന്നത്. നമ്മൾ ഈ കൂടുതൽ കൂട്ടാൻ വെച്ചാൽ ഞങ്ങൾ തന്നെ ഇരുന്ന് കഴിക്കുക വേണം. ആർക്കും പച്ചക്കറിയോട് ഇന്നത്തെ ദിവസം താല്പര്യം ഉണ്ടാവില്ല. എന്താ, ശരിയല്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? നമ്മുടെ ഈ ഉരുളിയിലേക്ക് ഈന്തപ്പഴം ഇടണം കേട്ടോ. അരിഞ്ഞ ഈന്തപ്പഴം ഇടണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. മൂടി വയ്ക്കണം. തരുന്നത് മൂടി വെച്ചാലോ വേവ് അല്ലേ? മൂടി വയ്ക്കണ്ടെന്ന് തോന്നില്ല. മൂടി വെക്കണമെങ്കിൽ വെക്കാം. വെക്കണേ വെച്ചോ. മറ്റേ ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ വേവില്ലെങ്കിൽ മൂടി വയ്ക്കാം. വിസിലടിച്ചു, ഓഫ് ചെയ്തു. ഈന്തപ്പഴം വേവായി നോക്കട്ടെ. വേവിലേക്ക് കടക്കും. ഉടയില്ല തരുന്നത്? ഉടയും, നന്നായിട്ട് ഉടയും. ഉടഞ്ഞടങ്ങി. കണ്ട, തൊട്ടും പിടിക്കും, ഉടഞ്ഞടങ്ങി.
അപ്പോൾ ഇത് തീ കെടുത്തിയില്ല. അപ്പോൾ ഈ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള നാളികേരം വറക്കാം. സാമ്പാറിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണു കേട്ടാ. ലോഡ് സാമ്പാറൊന്നും ഉണ്ടാക്കണ്ടേ? സാമ്പാറല്ലേ, നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ഇരുന്നാലും കുഴപ്പമില്ല. അത് ചൂടാക്കി തന്നെ തരും, നിങ്ങൾക്ക് തന്നെ തരും. 2 ദിവസത്തേക്ക് എനിക്ക് കൂട്ടാൻ വെക്കണ്ടല്ലോ. അതെ, നാളികേരം ചുമന്നുള്ളി തേയിലിട്ടിട്ട് വറക്കാണ് കേട്ടാ. അടിപൊളിയല്ലേ? നമ്മളെ ഈ ഈന്തപ്പഴം വെന്ത് ഇതിലത്തെ വെള്ളം മുഴുവൻ വറ്റിയിട്ടാണ്. അപ്പം നമ്മുടെ ഈ പാത്രം ഉരുളിയിൽ തന്നെ ആക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കണം കേട്ടോ. അതൊക്കെ ചെയ്യാം. നെയ്യിൽ ഈന്തപ്പഴം അങ്ങോട്ട് വരച്ചണ മണം കണ്ട. മരത്തിന്റെ കയ്യിലോണ്ട് ഇളക്ക് ചേട്ടാ. അപ്പൊ ഈ കറ സൗണ്ട് ഉണ്ടാവില്ലേ? ഇല്ല, ഞാനിങ്ങനെ അകന്ന് ഇതൊക്കെ കുഴപ്പമില്ല. അകന്ന് നിന്ന് കഴിഞ്ഞാൽ അല്ല, ഇങ്ങനത്തെ പാത്രത്തിൽ ഇളക്കുമ്പോ ഈ ചട്ടം കൊണ്ട് തന്നെ ഇളക്കണം. മറ്റേ സാധനം കൊണ്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതില് ഇനി നമ്മളെ ശർക്കര നീര് ഒഴിക്കണം കേട്ടാ. എന്തിട്ട് വീണേ? മധുരം കൂടുവോ? മധുരം കൂടില്ല. 275 ഗ്രാമോളം ശർക്കരയാണ് ഇപ്പം ഇത് ചേർത്ത് പോണത്. കാണാൻ നല്ല ഭംഗിയുള്ള പായസം പോലെ അതിൻ്റെ ഇപ്പോൾ. എന്താ നീ ചിരിക്കുന്നത്? അല്ല, എന്നിട്ട് അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചതാ. കാണാൻ നല്ല ഭംഗിയുള്ള പായസം പോലെ ആയിട്ടുണ്ട് ഇപ്പോ എന്ന് പറഞ്ഞാ ഭംഗിയുണ്ടെന്നാണോ? അതിന് ഇത് ചെയ്യേ. ഏത്? മറ്റേ ഇത് ചെയ്യില്ലേ, തെറ്റ് എന്ന് പറയാ പഠിക്കാണ്ടാവില്ലേ പണ്ട് കാലത്ത് സ്കൂളില്? മലയാള സെക്കൻഡില് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ തെറ്റ് തിരുത്തുക. എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനത്തെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഞാൻ ആദ്യം അതാ നോക്കാം. എന്നിട്ട് അങ്ങനത്തെ വാചകത്തിൽ തെറ്റ് കണ്ടുപിടിക്കാൻ. ആ സ്വഭാവം തന്നെ ഇപ്പോഴും. ചേട്ടൻ പറഞ്ഞ കാലത്ത് തെറ്റ് കണ്ടുപിടിക്കാതിരിക്കുക. മഴ തൂളുണ്ട് കേട്ടാ. മഴ പെയ്യോ? ഒക്കെ എടുത്തിട്ട് അറിയത്തി കൊണ്ടുവരൂ. ഈ സൈഡിൽ തളവന്ന് തുടങ്ങിട്ടാ. ഓണത്തിന് നമ്മള് 4 കൊല്ലം മുമ്പ് ഓണത്തിന് പായസം വയ്ക്കുമ്പോ അമ്മീൻ്റെ നമ്മുടെ വീട്ടില് അന്നത്തെ ഈ പായസം ഉണ്ടാക്കുമ്പോ 10 പായസമാണ് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ആ 10 ദിവസം നമ്മുടെ വീട്ടിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് പായസം നല്ല ഇഷ്ടമാണ് അമ്മയ്ക്ക്. അയ്യ, എൻ്റെ കണ്ണിൻ്റെ തുമ്പത്ത് ഒരു മഴത്തുള്ളി വീണു. സരിത പണി ചെയ്യാ. കണ്ണിന്റെ തുമ്പ് എന്ന് പറയുമ്പോ ഏത് ഭാഗമായിട്ട് വരും? കണ്ണിന്റെ തുമ്പത്തല്ല, ഇതിവിടെ. ചിലപ്പോ പെയ്യില്ല, ചിലപ്പോ അങ്ങനെയായിട്ട് പോകും, ചിലപ്പോ പെയ്യും. നാളികേരം പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 നാളികേരത്തിൻ്റെ പാല്, 2-ാം പാലും 3-ാം പാലും കൂട്ടി ചേർത്തൊരു പാല്, പിന്നെ 1-ാം പാല് വെള്ളം ഒഴിക്കാനുള്ള പാല് പിഴിഞ്ഞ് അകത്ത് വെച്ചിട്ടുണ്ട്. ആയിരുണ്ടല്ലേ? കായക്കുഴമ്പ് പരുവത്തിലുള്ള ഉപ്പേരിയ വേണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആയിട്ടിരിക്കണതാണ് ഉണ്ടാക്കണേ. അതുകൊണ്ട് വെള്ളം കൂടുതൽ വെച്ചു. എന്തിട്ട് പറഞ്ഞു? വെള്ളം കൂടുതൽ വെച്ചു. തെറ്റി പറഞ്ഞു. വെള്ളം കൂടുതൽ ഒഴിച്ചു. അതിൽ ഡ്രൈ ആയിട്ട് ഊറ്റിയെടുക്കുന്ന. അപ്പൊ അത് കണ്ട ഞാൻ 1-3 തൊടാണ്ട് ഇങ്ങനെ എടുക്കും. കുറവ് വെള്ളത്തിൽ വെച്ചിട്ട് വേവണേന്റെ ഒപ്പം അത് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അത് കുഴമ്പ് രൂപത്തിൽ. ഞാൻ വിചാരിച്ചേ വെള്ളം ഊറ്റി കളയേണ്ട കാര്യം പറയണില്ലേ. ദൈവമേ, മഴ പലക്കോന്ന് മഴ കലക്കോ ഇപ്പോ? ഇന്നലെ തൊട്ട് മഴയില്ല അല്ലേ? രാത്രി പെയ്തുണ്ടാ? നോക്കിയേ, പഴനിയിലത്തെ പഞ്ചാമൃതത്തിന്റെ പോലെ നോക്കിയേ, കണ്ടാ? ഓരോന്ന് പറഞ്ഞോ. എനിക്ക് പറയാൻ ഒരു പേടിയില്ലേ മടിയില്ലേ. കായ കൂട്ടാൻ പോയി കണ്ട. സോറി, കായ എന്തുട്ടാ ഇറക്കാനി. 5-8 കായയുടെ കഷ്ണങ്ങള് നിലത്ത് പോയി. വേവ് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാ. ഈ വറക്കണ സാധനം ഈ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഈ അടുപ്പിൽ ഞാൻ അവിയൽ വെക്കാൻ പോവാട്ടാ. അപ്പം അതിലേക്കുള്ള കഷ്ണങ്ങൾ ഉറുക്കി വെച്ചിട്ടുണ്ട്. അതിൽ പച്ചമുളക്,
കീറി വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളൂ. എന്തോ രാവിലെ കൂട്ടാൻ വെക്കുന്നത് അധികമൊന്നുമില്ല, ഇത്ര ഉള്ളൂ. അതിൽ കൊള്ളും. ഇനി ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മഴ പെയ്യുന്നൊക്കെ പേടിക്കാം. ഇപ്പം പേടിച്ചിട്ട് എന്താ കാര്യം ചേട്ടാ? പേടിച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാണ്ടിരിക്കും. പെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് മാറ്റും, അത്രേ ഉള്ളൂ. പേടിക്കേണ്ട സമയത്ത് പേടിക്കണ്ടേ? പേടിക്കാന്ന് പറഞ്ഞാൽ മഴ വന്നുകൊണ്ട് പേടിണ്ടായിരുന്നല്ലോ. ഈ സാധനം എടുത്തിട്ട് അവിടേക്കാണ്ട് എടുത്ത് വയ്ക്കണമെന്നുള്ളോ? ഉള്ളോ? അതെ. ഇതിൽ വെള്ളം ഒഴിച്ചു വിട്ടു, ആവശ്യത്തിനുള്ള വെള്ളം. തീ കത്തിക്കാം. അയ്യോ അയ്യോ അയ്യോ, അത് കരിഞ്ഞു. ഇതാണ് ഒരു പണി ചെയ്യുമ്പോൾ വേറെ പണി ചെയ്യാൻ പോയാലത്തെ കുഴപ്പം. തീ കൂട്ടിയിട്ടായിരുന്നു നടന്ന ചേട്ടാ. ഞാൻ തീ സിമ്മിലിട്ടുണ്ടായിരുന്നു, പക്ഷെ സിമ്മിലായിരുന്നില്ല. ഞാൻ കുറച്ചു നേരം ഈ ഇളക്കി വാ സരിതര അതിൻ്റെ അടിവശം കരിഞ്ഞു. സാമ്പാറുണ്ട് ഇവിടെ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളയാ സുഖ. കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കേട് വന്നിട്ടൊന്നുമില്ല. ഇതിലേക്ക് തെറിക്കോ നാളേരം? അയ്യോ കയ്യുമില്ല, അവിടെ നിന്ന് തെറിച്ചിട്ട് പാടില്ലേ തേങ്ങ. ഇത് പായസത്തിൻ്റെ ഇത് നന്നായി കട്ടിയായിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഈന്തപ്പഴത്തിലേക്ക്. അത് മഴവെള്ളം അല്ലേ? മഴവെള്ളം അങ്ങനെ പെയിനില്ലേ, വല്ലപ്പോഴും ഓരോ കുഞ്ഞു കുഞ്ഞു തുള്ളികൾ. ഈ നാളികേരം വറവ് ഇത്ര മതി കേട്ടാ. തീ കെടുത്തിയതിന് ശേഷം ഇതിലേക്ക് തീ കെടുത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇടുന്നു. സാമ്പാർ പൊടി ഇടാം കേട്ടാ. ചെറുതായിട്ട് മഴ തുള്ളുണ്ട്, അപ്പൊ ഞങ്ങൾ കൊട നോക്കിയേ. ഇതിപ്പോ നോക്കിയാൽ നല്ല കട്ടിയിലേക്ക് നോക്കിയിട്ട് കണ്ട നോക്കിയേ, ശരിക്ക് അലുവ പരിവായി. അത് ഈന്തപ്പഴം അലുവ പോലെ ഇല്ല തരുതേ. എന്താ പറയുക, ഞാൻ പറയാൻ തന്നെ ഒരു പ്രതികരണം നോക്കട്ടെ. കണ്ടാ ഒരു സ്വല്പം കൂടി കഴിഞ്ഞ് നമുക്ക് നാളിനും പാൽ ഒഴിക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടപ്പോൾ നമ്മളിത് ഇങ്ങനെ അടപ്പത്ത് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കഷ്ണങ്ങളും പരിപ്പൊക്കെ കൂടി വെന്തുണ്ട്. അത് നമ്മൾ പുളി ഇതൊക്കെ ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഒഴിക്കാട്ടാ. സൂപ്പർ. തുടങ്ങി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിരിക്കും ഒഴിച്ചു. പാലിട്ടാ നമ്മുടെ ഇത് അടിപൊളിയായിട്ടായി. അപ്പോൾ നമ്മൾ നാളികേരം പാൽ ഒഴിക്കുന്നത് രണ്ടാം പാലും മൂന്നാം പാലും കൂടി ചേർത്തി ആക്കിയിട്ടുള്ള നാളികേരം പാൽ ഒഴിക്കുന്നു. കൂടിയോ ഇല്ലല്ലേ? ഇത് നാളികേരം പാലാണോ? നാളികേരം പാൽ കൂടിയില്ല. ആഹാ, നല്ല കട്ടൻ ചായയുടെ കളറായി. അല്ല കട്ടൻ ചായ ഇല്ല, നല്ല കടുപ്പുള്ള പാൽ ചായയുടെ കളറായി. എന്തിൻ്റെ കളർ നോക്കി അതിൻ്റെ ഭംഗി. എന്തെങ്കിലുമൊക്കെ പറയും ചേട്ടൻ. ഞാൻ ഈ നാളികേരം അരച്ചിട്ട് വരാം. നാളികേരം വറുത്തതേ അരച്ചിട്ട് വരാട്ടാ. മഴ നിന്നു ഇറങ്ങി. ഏലക്കായ പൊടി എടുത്താ? ഇല്ല, എൻ്റെ കൈ കൂടിക്കൊണ്ടുവന്ന കാരണം അരച്ചു കൊണ്ടു. അതിന് ഇതിൽ ചേർക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കണം. എന്ത് ഈസി ആയിട്ട് കഴിയൂല്ലേ ജാറ് കഴുകാനായിട്ട്. ഇനി ഒന്ന് അടപ്പത്ത് വയ്ക്കില്ലേ? ഇവിടെ ഇത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. പായസം അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാ? നല്ല നല്ല പോലെ തീയുണ്ട്. അയ്യോ, ഒരു തുണി കൊണ്ടുപോയത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നില്ല. അവിയില്ല, ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റി.
അവിൽ വേവാറായിട്ടുണ്ട്. ആ മുരിങ്ങക്കായും കൂടി ഒന്ന് വെന്താൽ മതി. എന്നിട്ട് നമ്മുടെ സാമ്പാർ എടുത്ത് വെച്ചു. എല്ലാം ചടപടേ മഴ പോയിട്ടാ എന്തായാലും. മഴ പോയി. നമ്മുടെ പായസം കണ്ട നന്നായി തിളച്ച് വരാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കണം. തരുത് ഒരു നുള്ളുപ്പ്. ഞാൻ ആദ്യം ഇടട്ടെ. സാമ്പാറിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളുപ്പ് അല്ലേ? ഒരു നുള്ളുപ്പ് മതി. പായസം ഇരിക്കട്ടെ. ഒരു നുള്ളുപ്പ് കേട്ടോ. അവില് സെറ്റായി തോന്നും. മുരിങ്ങക്കായ വെന്തോന്നു ആദ്യം തന്നെ നോക്ക്. മുരിങ്ങക്കായ ഇത്തിരി വേവ് കുറവാകും. മുരിങ്ങക്കായ വേവാന് ഈ അവിലത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി. അത് കുത്തിപ്പൊടിക്കല്ലേ? ഞാൻ ഒന്നും ചെയ്യണില്ല. തേങ്ങയാണ് നിന്റെ ഇടപെടുന്നില്ല. എനിക്ക് അളക്കാനൊക്കെ ജീരകവും തൈരും കൂടിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അരച്ചുണ്ട്. ഒക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാവില്ല. അവില് കൂട്ടാൻ സെറ്റായില്ലേ? ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വേപ്പില തീയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അവിലിങ്ങനെ ഒഴിച്ചായിരിക്കും. ഉപ്പുണ്ടോന്നോട്ടെ. ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പല അമ്മമാരും ചേച്ചിമാരും അല്ലെങ്കിൽ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഇരുന്ന് പറയണ്ടോ ഉപ്പിട്ടിട്ടില്ല, അവിയലിൽ ഉപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഇരുന്നിട്ട്. ഞാനത് പക്ഷെ കേട്ടില്ല. ഇപ്പം ഞാനിതിൻ്റെ ഉപ്പിന് മതിയോ ഇത് മതിയോ എന്ന് അറിയാൻ വേണ്ടി കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായി ഞാൻ ഒട്ടും ഉപ്പ് അവിയലിട്ടിട്ടില്ല എന്നുള്ള നഗ്ന സത്യം. അപ്പം ഇപ്പോഴാണ് ഉപ്പിടണം കേട്ടാ. ഇനി ഉപ്പ് ഈ കഷ്ണത്തിലൊന്നും പിടിക്കൂല. അത് കണ്ട് അവിയൽ കൊളായി. അങ്ങനെയൊന്നുമില്ല. അത് പിടിക്കും. കുറച്ചേരം മൂടി വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മളേ ഈ നാളികേരം ചേർത്തിട്ട് പിന്നെ ഇത് അധികം ഇതാക്കണ്ടല്ലോ. അപ്പം ഞാൻ തീ കെടുത്തി. തീയിൻ്റെ ആവശ്യമില്ല. ഇനി പച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് മൂടിയിടാം. വേപ്പലയും വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചോ? സാറില്ല. വേപ്പലിട്ടു മൂടി വയ്ക്കുക. അത് ഇരിക്കട്ടെ. ഉപ്പൊക്കെ പിടിക്കുന്നു നമുക്ക് വിചാരിക്കാം. ചോറിനുള്ള സമയം. സാമ്പാർ തിളച്ചിന്. സാമ്പാർ കാച്ചാൻ ഫ്രീ ആവും. അതെ, കൊണ്ടേക്കാൻ പോവാ. അയ്യോ പിന്നെ സാമ്പാർ തട്ടി മറിഞ്ഞു പോയേനെ. സാമ്പാർ ഞാൻ ഇറക്കി. ഇനി സാമ്പാർ കാച്ചാൻ പറ്റാ. കടുക് പൊട്ടി തെറിച്ച് തിരിക്കും വരും പായസം. ഇതിപ്പോ പായസം കഴിഞ്ഞിട്ട് കാച്ചാം. നല്ലത്. ഞാൻ പപ്പടം കാച്ചാൻ പോവാം. എന്തെങ്കിലും ഞാൻ കാച്ചു. പപ്പടം കാച്ചിക്കോ? പപ്പടം കാച്ചി വെളിച്ചെണ്ണയില് ഈ സാമ്പാർ കാച്ചി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അല്ല, അത് കാച്ചി വെളിച്ചെണ്ണയില് ഞാൻ ഉപ്പേരി കാച്ചു. ഉപ്പേരി ആ രസം. ഉപ്പേരി രസം. കായ്പേരി. എന്തേലും ചെയ്യും. എന്നിട്ട് കായ്പേരി അതിൽ നിന്ന് മാറ്റിയിട്ട സാമ്പാർ ശരിക്കും കാച്ചി ഒഴിച്ചിട്ട് പപ്പടം കാച്ചിട്ട് ഇതാക്കേണ്ടതായി. സാമ്പാർ കാച്ച് അപ്പൊ കഴിക്കാവുന്നല്ലോ. അത് ഞാൻ ഒരു മൂടി ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കാം. അതിന്റെ ഉപ്പിയാവും. പായസത്തിന്റെ കട്ടിയില്ലേ? ഒരു മധുരം കറക്റ്റാണ്. ഒരു 3/4 മണിക്കൂറോളം നമ്മളിപ്പോ പായസം വെച്ചിട്ടായിട്ടാ. 3/4 മണിക്കൂർ പോരാ അല്ലേ? നാളേരപ്പാലില് വെള്ളം കൂടിയതാണോ? അജില്ല, അത് പറ്റിയതാവണ്ടേ, സെറ്റാവണ്ടേ. എണ്ണ ഇങ്ങോട്ട് തെളിയണില്ല. നന്നായിട്ടുണ്ട്. അപ്പം നീ കടുക് ചെയ്യും. ഞാനിവിടെ മൂടി അല്ല ഒരു മറ പിടിക്കാം. വെളിച്ചെണ്ണ ഞാൻ മൂടുന്നത്. സാമ്പാറിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ ഒരു ലേശം കായപ്പൊടി കേട്ടാ. കൊടയി തരുതാ. ഇത്ര കായപ്പൊടി. വെളിച്ചെണ്ണ ചൂടായി ഇല്ല? ചൂടായിട്ടില്ല. കടുകിട്ടു. ഞാൻ അതിന് മറച്ചു പിടിച്ചിട്ടാ. വെളിച്ചെണ്ണ ഇത്ര നേരമായിട്ട് ചൂടായില്ലേ? അതിന് തീ കത്തിണ്ടായിരുന്നില്ല. എന്തൊരു ഭംഗിയുള്ള പായസം നോക്കിയേ. കടുക് പൊടണ ശബ്ദം കേട്ട് ചാലി ഓടി വരുന്നത് എന്തുട്ടാണ്. അവിടെ പട്ടികളുടെ കുര കേട്ടിട്ടാ. കടുക് പൊട്ടി കഴിയാറായി. അപ്പൊ അതിലേക്ക് 2 മണി ഉലുവിട്ടു, തെൽമുളക്, വേപ്പിൻ്റെ ഇല. സാമ്പാറിൽ ചേർത്ത് സാമ്പാർ സെറ്റായി. എനിക്ക് പ്ലേറ്റ് മാറ്റാം. ഇതിവിടെ നിന്ന് മാറ്റട്ടാ.
നമ്മുടെ പായസം ഏകദേശം കറക്റ്റ് കട്ട് ചെയ്ത് തുടങ്ങിയിട്ട് കണ്ട. അപ്പം ഇനി നമുക്ക് എനിക്ക് ഏലക്കായ പൊടി ചേർക്കാം. പായസത്തിലേക്കുള്ള ഏലക്കായ പൊടി ചേർക്കാം കേട്ടോ. ഇനി ഏലക്കായ പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് കൈപൊള്ളി കുഴപ്പമില്ല. നാളികേര കരിഞ്ഞത് ഞാൻ കളഞ്ഞില്ലേ കോരിയിട്ട്, അത് പറക്കി തിന്നു. ഏലക്കായ പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒന്നാം പാല്, കട്ടി പാല്, ഇത് ഒരു തുണ്ട് വെള്ളം ചേർക്കാത്ത പാലാണ് കേട്ടോ, നാളികേരം പാല്. കണ്ടോ നോക്കിയേ, ഇതിൻ്റെ കട്ടി നോക്കിയേ ഇരിക്കുന്നുണ്ടോ. തീ ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം കേട്ടോ. ആ കറക്റ്റ് അല്ലേ കട്ടി തരുതാ പായസം? പിന്നെ ഈ കളറാണ്. ഇതിനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് കാച്ചാം. പപ്പടം കാച്ചാനായിട്ട് വെളിച്ചെണ്ണ വീണ്ടും ചീഞ്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ ഞാൻ പായസം കാച്ചാൻ പോകുന്നുണ്ട്. അതെ, ഈ പാത്രം അടുപ്പത്ത് വെച്ചു. സരിതാനോട് സ്വല്പം നേരത്തെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മതി. നെയ്യുണ്ട്, നെയ്യിൻ്റെ മതി. എത്ര മതി? എനിക്ക് അണ്ടിപ്പരിപ്പിടാം. അണ്ടിപ്പരിപ്പ് ഏല് വറക്കാൻ പോയിരുന്നു നെയ്യിൽ. അപ്പോഴാണ് ഇത് മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇരിക്കണേ. അപ്പം അതിനൊന്ന് നടു പൊളിക്കുകയാണ് ചേട്ടാ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് പപ്പടം കാശാന്ന് വിചാരിച്ചു. കോഴി കൊക്കുണ്ടല്ലോ, മുട്ടയിട്ടുണ്ടോ കോഴി? ഇട്ടുണ്ടാവും. നമ്മുടെ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് പൊളിച്ചിടണം കേട്ടോ. ഉണക്കമുന്തിരി കറുപ്പിൻ്റെ വെള്ളയില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ വെള്ള പായസത്തിലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല, ഒരു പുളിപ്പുണ്ടാവില്ല. അതെ, അങ്ങനെ പറയാം നമുക്ക് തൽക്കാലം. കുറച്ച് കഴിയുമ്പോൾ പുളിപ്പ് വരില്ലോ. പായസം കിണ്ണാൻ കാച്ചി പായസം അതിൻ്റെ കേട്ടാ. വാ ചേട്ടനുള്ള പപ്പടം ഒറ്റപ്പോളായിട്ടുള്ളത് കേട്ടാ. ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതയ്ക്കേണ്ടതാണ്. ശരിക്കും ചതയ്ക്കാൻ പോകേണ്ട മടിക്ക് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അരിഞ്ഞു. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതലാ. അയ്യോ, കുത്തിപ്പൊടി മുളക് എടുത്തിട്ടില്ലേ? ജഗ്ഗു ജഗ്ഗു നമ്മുടെ അണ്ടിപ്പരിപ്പ് പാകമായി. അപ്പം നമുക്കിത് പായസരിക്കാനായിട്ട് ചേർക്കാം. ഉണ്ണി കുത്തിപ്പൊടി മുളക് എടുത്തിട്ട് വരും അവിടെ നിന്ന്. മറ്റേ ചെപ്പുകൾ മുളക് മല്ലിക്ക് ഇരിക്കുന്ന സ്ഥലല്ലേ, ആ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ എടുത്തിട്ട് വാ. ചില്ലി ഫ്ലേക്സ്. സൂപ്പർ പായസം എൻ്റെ സെറ്റ്. എൻ്റെ മുഖത്തെ പുഞ്ചിരി നോക്കൂ, പായസത്തിലേക്ക് നോക്കൂ. കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയും കൂടി പറയും. എൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ കൊണ്ടുപോവാ. ആ നീ കുർത്ത മാറിയിട്ടാ? ശ്രദ്ധിച്ചില്ല. കുത്തിപ്പൊടി മുളക് ഇട്ടൂട്ടാ. അങ്ങനെ ഈ മത്സരത്തിൽ ചേട്ടൻ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. എൻ്റെ പണികൾ കഴിയണേലും മുന്നേ ചേട്ടനെ കഴിഞ്ഞില്ലേ? അത് നീ 3 കൂട്ടം ചെയ്യണില്ലേ? ഞാൻ ഈ പായസത്തിന് നോക്കിയിട്ട് അഭിമാന പുളകിത വൃംജിതനായിട്ട് ഇരിക്കാണ്. എന്ത് കാണാൻ തന്നെ അതിനെ എന്താ പറയുക, കൊതിയൂർന്നൊരു സാധനമാണ് കേട്ടോ. കുടിക്കുമ്പോൾ അറിയാം നമുക്ക്. വേപ്പിലിട്ടു. മുളകും മല്ലിയൊക്കെ അല്ല, മുളകും ഉള്ളിയൊക്കെ മൂത്തു. കായ കോരിയിരുന്നു.
ആ പിറന്നാളുണ്ണി. എല്ലാത്തിലും വിളമ്പിക്കോ. അച്ചാറ്. ജഗ്ഗുവിനെ ക്ലാസ്സിൽ കുട്ടികൾ വിളിക്കുന്ന പേരെന്തിട്ടെന്നറിയോ? താമരശ്ശേരി നീലകണ്ഠൻ. അവി അങ്ങനെ പറയല്ലേ, പിറന്നാളാ അങ്ങനെ പറയല്ലേ. ഞായറാഴ്ച ഇത് കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. ഞായറാഴ്ച അങ്ങനെ വരാറില്ലല്ലോ. ഇതിനൊരു കപ്പ് പായസം കുടിച്ചിട്ട് ദേ ആ കപ്പാണ് ഇരിക്കുന്നത്. അത് നക്കി തുടച്ച് ഇങ്ങനെയൊക്കെയ. ഇനി സാമ്പാർ ഒഴിക്കുന്നു. കുഴികൂത്തറ വേണ്ട, കൈപൊള്ളിയാ. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഫാനൊന്ന് ചെറുതായിട്ട് ഇട്ടോ, ഭയങ്കര ചൂടുണ്ട്. പപ്പടം കൂട്ടിയിട്ട് ചോറിനാൻ പോവാ. ഇന്നത്തെ താരം എനിക്കറിയാം, പായസന്നല്ലേ പറയാൻ വരണേ. ജഗ്ഗു പറയും, ഞാൻ ബർത്ത്ഡേ ബോയ് പറഞ്ഞാ മതി. അവലും ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടാ. വാ, ചോറും കൂട്ടാനുകളും ഒക്കെ ചൂടാ. അതുകൊണ്ട് ചോദിക്കില്ലേ, ജഗ്ഗുവിനോട് ചോദിക്കില്ലേ. എല്ലാം നന്നായിട്ടുണ്ട്. സാമ്പാർ രസമല്ലേ? എല്ലാം നന്നായിട്ടുണ്ട്. അവലും ഉപ്പ് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. അടിപൊളി.